നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? നമ്മൾ ഡിപ്രസ്ഡ് ആണ്, നമ്മൾ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഡിപ്രസ്ഡ് ആവേണ്ടി വരില്ല. നമ്മൾ എപ്പോഴാണ് ഡിപ്രസ്ഡ് ആവുന്നത്? നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ പരാജയപ്പെടുമ്പോഴാണ്, അല്ലേ? നമ്മളുടെ ഏതെങ്കിലും ഗോൾസ് അത് നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ്, നമ്മളുടെ ഏതെങ്കിലും എഫേർട്ടുകൾ ഫ്യൂട്ടൈലായി പോകുമ്പോഴാണ്, അപ്പോഴാണ് നമ്മൾ ശരിക്കും ഡിപ്രസ്ഡ് ആവുന്നത്. നമ്മളുടെ ലക്ഷ്യം എന്താ? നമ്മളുടെ ലക്ഷ്യം ഒരൊറ്റ ഒന്ന് മാത്രമാണ്, അത് അള്ളാന്റെ റിള കിട്ടി മരിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഈ ലോകത്തേക്ക് വന്നതിന് പിന്നിൽ നമ്മളെ ഏൽപ്പിച്ച, അള്ളാഹു ഏൽപ്പിച്ച പ്രൊജക്റ്റ്, നിങ്ങൾ കമ്പനിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ വളരെ സിമ്പിളായ, വളരെ സില്ലിയായ കാര്യങ്ങളാണ്. ഞാൻ ആ ഉത്തരവാദിത്തം കുറക്കാനല്ല പറയുന്നത്. നമ്മൾ ജീവിതത്തെ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഒരൊറ്റ അസൈൻമെന്റേ ഉള്ളൂ, ഒരൊറ്റ പ്രൊജക്റ്റേ നമ്മളെ കയ്യിലുള്ളൂ. അത് അള്ളാന്റെ റിള നേടിയെടുക്കുക എന്ന പ്രൊജക്റ്റ് അല്ലാതെ, അസൈൻമെന്റ് അല്ലാത്ത ഒരു അസൈൻമെന്റും നമ്മളെ കയ്യിലില്ല. അത്ര ലാഘവത്തോടു കൂടി നമ്മൾക്ക് ജീവിക്കാൻ പറ്റണം. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവണില്ല, എൻ്റെ ലക്ഷ്യം പരാജയപ്പെടുന്നില്ല. എനിക്ക് കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് കുറെ സ്ഥലം വാങ്ങാൻ പറ്റില്ല, എനിക്ക് വലിയ വീട് ഉണ്ടാക്കാൻ പറ്റിയില്ല, വലിയൊരു കാർ ഉണ്ടായില്ല, എനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയില്ല, എനിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടിയില്ല. ഇതുകൊണ്ടൊന്നും എൻ്റെ പ്രൊജക്റ്റ് ക്യാൻസൽഡ് ആവുന്നില്ല, എനിക്ക് അള്ള തന്ന അസൈൻമെന്റ് ക്യാൻസൽഡ് ആവുന്നില്ല. ഈ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നടക്കുമ്പോഴും എനിക്ക് അള്ളാന്റെ തൃപ്തി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയം. ഞാനത് പരിഹരിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളത് വേറെ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി അവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അള്ളാന്റെ അടുത്ത് നിന്ന് അകലുന്നു, തെറ്റുകൾ ചെയ്യുന്നു, തിന്മകൾ ചെയ്യുന്നു, അക്രമങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ചെയ്താലും നമ്മൾക്ക് മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾക്ക് തൗബക്ക് ചാൻസ് ഉണ്ട്. പിന്നെയും അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള വാതിലുകൾ നമ്മൾക്ക് മുന്നിൽ തുറന്നിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പിന്നെ എന്തിനാ ഡിപ്രസ്ഡ് ആവണത്?